കുറച്ച് നാളായിട്ട് അങ്ങനെയാണല്ലോ. പാലക്കാട് അങ്ങനെയായിരുന്നു. എല്ലാ സ്ഥലത്തും അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ വെൽഫെയർ പാർട്ടി പിന്നെ UDFന് പിന്തുണയാണ്. പത്തനാപുരം നിയോജക പഞ്ചായത്തിൽ കാരിമൂട് വാർഡിൽ എന്ന് പറയുന്ന വാർഡിൽ ചുവരെഴുതി UDFൻ്റെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി എന്ന് ചുവരെഴുതിയാണ് മത്സരിച്ചത്. അപ്പോൾ അതൊരു പുതിയ സംഭവമല്ല. വെൽഫെയർ പാർട്ടിയുമായി എല്ലാ വർഗീയ ശക്തികളുമായും UDF കൂട്ടുകൂടുന്നുണ്ട്. ആരായാലും മതി എന്നുള്ളതാണ്. UDFൻ്റെ ഘടകകക്ഷികളാരെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആരായാലും മതി എന്നുള്ള നിലയിലാണ് UDFൻ്റെ പോക്ക്. ഏതെങ്കിലും വോട്ട് കിട്ടുക, അധികാരത്തിൽ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ നന്മയെക്കുറിച്ചോ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ അവർക്ക് സ്ഥായിയായ ഒരു പരിഹാരമില്ല. ഈ കുറ്റം പറയുന്നവർ ഒരു പരിഹാരം കൂടി പറയണം. അപ്പോൾ ഞാനൊരു പ്രശ്നത്തെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിമർശനം എങ്ങനെ പരിഹരിക്കാമെന്നൊരു അഭിപ്രായം കൂടെ പറയണ്ടേ. അല്ലാതെ ഒരു ഏകപക്ഷീയമായ വിമർശനം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കപ്പലിന് തീ പിടിച്ചതും കപ്പലും മറിഞ്ഞതും പോലും ഇടതുപക്ഷ സർക്കാരിൻ്റെ കുഴപ്പമാണ് എന്ന് പറയും. ആ നിലയിലാണ് UDF പോകുന്നത്. അതിന് പറയാൻ ഒരു ലജ്ജയുമില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ മരണം ഇതിൽ ഒരു ചർച്ചയാക്കി മാറ്റിയതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്. അല്ല, നമ്മൾ മദനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്തുമാത്രം വർഗീയ ശക്തികളും ഈ രാജ്യത്തെ ഭരണകൂടവും എന്തുമാത്രം പീഡിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമല്ലേ. ആ മനുഷ്യനെ ഒരു മനുഷ്യനാണെന്ന് പോലും കരുതാതെ അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ളപ്പോഴും വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത്. കർണാടകത്തിലൊക്കെ വളരെ ക്രൂരമായിട്ടാണ് BJP സർക്കാർ അദ്ദേഹത്തോട് പെരുമാറിയത്. അത് തെറ്റാണ്. ഏതൊരു മനുഷ്യനും മനുഷ്യാവകാശമുണ്ട്. അതാണ് ഗോവിന്ദ മാഷത്തെ പറഞ്ഞുള്ളൂ, മനുഷ്യാവകാശ ലംഘനമാണ് മദനിയോട് ചെയ്തിട്ടുള്ളതെന്ന് പണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അവശനായ ഒരു വ്യക്തിക്ക് ജാമ്യം പോലും കിട്ടാതെ ഇരിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഭരണകൂട ഭീകരതയാണ് കർണാടകത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ PDPയുമായി കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ PDP നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല, അതൊരു വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നുള്ള തീരുമാനം LDF എപ്പോഴും ഉണ്ട്. തീവ്ര വർഗീയതയ്ക്ക് ഞങ്ങളെതിരാണ്. അത് സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട. അത് പറയാനുള്ള ധൈര്യം LDFന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്വരാജിന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് വരും. ഞാൻ അറിയാതെ പറഞ്ഞതാണ്. ഞാൻ ആ വാർത്ത കണ്ടില്ല. എങ്കിലും പറഞ്ഞു വരുമ്പോൾ സതീശൻ മിക്കവാറും ഇത് ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ ഒരു കുഴപ്പമായിട്ട് പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. നാട്ടിൽ എന്ത് സംഭവിച്ചാലും അത് LDF ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് സംഭവിച്ചാലും LDFൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. എന്തെങ്കിലും ഒരു കാരണം, ഒരു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ഏത് നിസ്സാര കാര്യവും ഇവർ വളച്ചൊടിച്ച് നമ്മൾ കണ്ടു. ഒരു അപകടം സംഭവിച്ചു, കുഞ്ഞിൻ്റെ അപകടം സംഭവിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ചില ആൾക്കാരും ഒച്ചയെടുക്കുകയാണ് കിടന്നിട്ട്. ഇതൊരു കൊലപാതകമാണെന്ന്, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാൻഡ് മർഡറാണെന്നുള്ള നിലയിൽ വളരെ മോശമായിട്ട് തരം താഴ്ന്ന നിലയിൽ ഗോഷ്ടി കാണിക്കുകയാണ്. ഇത് കാണുമ്പം ജനങ്ങൾ ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, പൊതുജനം കഴുതയല്ല സാർ, അത് കറക്റ്റാണ്. കാരണം പൊതുജനം കഴുതയല്ല. കാരണം അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ള സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ഇത്തരത്തിൽ വളരെ മോശമായി കളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ നിയമമണ്ഡലത്തിൽ നിന്നും നിലമ്പൂരിൽ നിന്ന് സ്വരാജ് വൻഭൂരിപക്ഷത്തോടെ വിജയിക്കും. കാരണം LDFനെ ചതിച്ച് നിലമ്പൂരിലെ ജനങ്ങളെ ചതിച്ചു പോയ ആളാണ്. അൻവർ എന്തിനു രാജിവെച്ചു എന്ന് നമുക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. എന്തിനാണ് അൻവർ രാജിവെച്ചത്? എന്തായിരുന്നു അൻവറിൻ്റെ വിഷയം? അൻവർ ഉയർത്തിയ വിഷയത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പോരാ, അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കൊടുക്കുകയും കോടതിയിൽ നിന്ന് നടപടി വരികയും ചെയ്യണമെങ്കിൽ അതൊരു വിശ്വസ്തത കേരള സമൂഹത്തിലുണ്ടാവും. അല്ലാതെ എൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നതല്ല. തെളിവുണ്ടെന്ന് പറയാതെ ആ തെളിവുണ്ടെങ്കിൽ അത് ഒരു നീതിപീഠത്തിന് മുമ്പിൽ ഹാജരാക്കി അതിനുള്ള നടപടി അവിടെ നിന്നുണ്ടാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ സത്യസന്ധമായി വിശ്വസിക്കും.